നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വളരെ രസകരവും അതുപോലെ തന്നെ ഗൗരവമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2026 എന്ന പുതുവർഷത്തില് നിങ്ങളുടെ ജീവിതം ഏതൊക്കെ വഴിക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതറിയാൻ പ്രകൃതിയുടെ 2 മഹാശക്തികളെയും നമ്മൾ ഇന്ന് കൂട്ടിപ്പിടിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ 2 വഴികളാണുള്ളത്. ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജം നൽകുന്ന ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രതീകമായിട്ടുള്ള സൂര്യൻ. 2, മനസ്സിന്റെ കാരകനായ സൗന്ദര്യത്തിന്റെയും ശാന്തതയുടെയും പ്രതീകമായ ചന്ദ്രൻ. ഇതൊരു വെറും കളിയായിട്ട് കാണരുത്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന തൊടുകുറി ശാസ്ത്രമാണിത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം വരാനിരിക്കുന്ന ഒരു വർഷത്തെ നിങ്ങളുടെ വിധിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഈ 2026 എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് ആ ദൈവത്തോട് ചോദിക്കുക. എന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആദ്യം ഏതിലേക്കാണോ, അതായത് സൂര്യന്റെ തേജസ്സിലേക്കാണോ അതോ ചന്ദ്രന്റെ കുളിർമയിലേക്കാണോ ആകർഷിക്കപ്പെട്ടത് എന്ന് ഉറപ്പിക്കുക. ഇന്നത്തെ ഈ ഒരു തൊടുകുറി വളരെയധികം ശക്തിയാർന്ന ഒരു തൊടുകുറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സൂര്യനെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് വെളിച്ചത്തെയാണ്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, അതായത് 2025 നിങ്ങളൊരു വലിയ മൂടൽ മഞ്ഞിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരെ വിശ്വസിക്കണം എന്നൊന്നും അറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ. പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന ഒരു തോന്നലായിരുന്നു നിങ്ങൾക്ക്, ശരിയല്ലേ? എന്നാൽ നിങ്ങൾ ഈ സൂര്യനെ തിരഞ്ഞെടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരാനായിട്ട് പോവുകയാണ്. പ്രകൃതി നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ആ ഇരുണ്ട കാലം അവസാനിക്കാൻ പോവുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ കോടമഞ്ഞ് മാറിപ്പോകുന്നത് പോലെ ഈ 2026 നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനിശ്ചിതാവസ്ഥകളും മാറി കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വഴികാട്ടിയെ ലഭിക്കുമെന്നതാണ്. നിങ്ങൾ മഹാഭാരതത്തിൽ കണ്ടിട്ടില്ലേ, യുദ്ധക്കളത്തിൽ തളർന്നുപോയ അർജുനനെ വഴികാട്ടാൻ ശ്രീകൃഷ്ണൻ തേരാളിയായി വന്നത്? അതുപോലെ നിങ്ങളുടെ വിജയത്തിനും ഒരാൾ വരാൻ പോവുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പഴയ സുഹൃത്താകാം, അല്ലെങ്കിൽ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ഒരാളാകാം, അതുമല്ലെങ്കിൽ ഒരു ഗുരുതുല്യനായ വ്യക്തിയാകാം. ആരായാലും അവർ നിങ്ങളുടെ കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഒരാൾ കൂടെ ഉണ്ടാകും എന്നത് തന്നെ എത്ര വലിയ ആശ്വാസമാണ്, അല്ലെ? പിന്നെ മറ്റൊരു കാര്യം കൂടി, സൂര്യൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെയും അധികാരത്തിന്റെയും ചിഹ്നമാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും വികാരങ്ങൾ കടിപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാടി പ്രവർത്തിച്ചത് കൊണ്ട് ധനനഷ്ടമോ മാനനഷ്ടമോ ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. അയ്യോ, അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നിയിട്ടും കാര്യമില്ലല്ലോ. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല. നിങ്ങളുടെ ബുദ്ധി തെളിയുന്ന സമയമാണ്. പഞ്ചേന്ദ്രിയങ്ങളെ, അതായത് കണ്ണ്, കാത്, നാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദാഹരണത്തിന്, പണ്ട് ദേഷ്യം വന്നിരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വർഷം നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ ഈ കാര്യങ്ങൾ നടക്കില്ല എന്ന ബോധം, ആ ഒരു ബുദ്ധി നിങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഉയർച്ച കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ദീർഘകാലമായുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ്. കുറെ നാളായിട്ട്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടാകാം. അത് സ്വന്തമായുള്ള ഒരു വീടെന്ന സ്വപ്നമാകാം, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനോ ആകാം, അതുമല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ഒരു യാത്രയാകാം. പലതര തടസ്സങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ഇനി അത് നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ വരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകാം.
പക്ഷെ ഈ സൂര്യനെ തിരഞ്ഞെടുത്തവരോട് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ഈ 2026 ഇതിനൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ. നിങ്ങളെ പ്രതീക്ഷ പോലും ഉപേക്ഷിച്ചിരുന്ന സമയത്തായിരിക്കും ആ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് ഫലം എന്തു തന്നെയായാലും നിങ്ങളുടെ പ്രയത്നം നിർത്തരുത് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സൂര്യൻ ഒട്ടും വിശ്രമമില്ലാതെ പ്രകാശിക്കുന്നത് പോലെ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു സൂര്യന്റെ ചിത്രം അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യന്റെ ഒരു ഫോട്ടോ വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഊർജം തോന്നും. നിങ്ങളുടെ കുടുംബത്തിലെ തർക്കങ്ങൾ തീർക്കാനും എല്ലാവരിലും ഒരു ഒത്തൊരുമ കൊണ്ടുവരാനും ആ ഒരു പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സൂര്യനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചന്ദ്രനെ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ചന്ദ്രനെ തിരഞ്ഞെടുത്തവരുടെ മനസ്സ് ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെയാണ്. പുറമേ കാണുമ്പോൾ നിങ്ങൾ വളരെ ശാന്തരായിരിക്കും, ചിരിക്കുന്ന മുഖമായിരിക്കും. പക്ഷേ ഉള്ളിൽ ഒരു കടൽക്ഷോഭം തന്നെ നടക്കുന്നുണ്ട്. രാമായണത്തിൽ രാമനും രാവണനും തമ്മിൽ നടന്ന ആ ഒരു ഘോര യുദ്ധം പോലെ നിങ്ങളുടെ ഉള്ളിൽ നന്മയും തിന്മയും തമ്മിൽ അല്ലെങ്കിൽ പ്രതീക്ഷയും നിരാശയും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങളെ സംബന്ധിച്ച് മാനസികമായി വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. നിങ്ങളെ തളർത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെ ആകാം. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കുത്തുവാക്കുകൾ, അവഗണനകൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. പല രാത്രികളിലും ഉറങ്ങാൻ പോലും പറ്റാത്ത വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ചന്ദ്രനെ തിരഞ്ഞെടുത്തതിലൂടെ പ്രകൃതി പറയുന്നത് വിഷമിക്കേണ്ട, തിന്മയുടെ മേൽ നന്മ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ്. രാവണൻ എത്ര ശക്തനാണെങ്കിലും അവസാനം രാമന്റെ ധർമ്മത്തിന് മുന്നിൽ തോറ്റില്ലേ? അതുപോലെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾക്കോ വ്യക്തികൾക്കോ മുന്നിൽ ഈ 2026 നിങ്ങൾ ജയിച്ചു കയറും എന്നതാണ്. നിങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ ശത്രു പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. രാവണന്റെ 10 തലകൾ എന്ന് പറയുന്നത് 10 തരം ദുർഗുണങ്ങളാണ്. അതായത് അമിതമായ ദേഷ്യം, അസൂയ, അഹങ്കാരം, എടുത്തുചാട്ടം തുടങ്ങിയവ. ഈ വർഷം നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. മനസ്സ് വിചാരിച്ചാൽ നിങ്ങളെ ഉന്നതിയിൽ എത്തിക്കാനും മനസ്സ് വിചാരിച്ചാൽ നിങ്ങളെ തകർക്കാനും സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കുക. അഹങ്കാരം തോന്നിയാൽ താഴ്മ കാണിക്കുക. ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കിത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പേര്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില ബന്ധങ്ങൾ, ഇതൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗം ഈ വർഷം കാണുന്നുണ്ട്. പക്ഷെ അത് വെറുതെ കിട്ടില്ല. നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ സംഭവിക്കൂ. പിന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഈ ചന്ദ്രനെ തിരഞ്ഞെടുത്തവർക്കുണ്ട്. രാമന് ലക്ഷ്മണൻ എന്ന പോലെ അല്ലെങ്കിൽ ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ എന്ന പോലെ വിശ്വസ്തരായ ചില ആളുകൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതൊരു പക്ഷേ നിങ്ങളുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലെ കൂട്ടുകാർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തവരുടെ അടുത്തു നിന്നും പരിചയപ്പെടുന്ന വ്യക്തിയാകാം. ഇവരുടെ കൂട്ടുകെട്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് തന്ത്രപൂർവ്വം പെരുമാറാനും നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. ചന്ദ്രൻ വളരുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും പടിപടിയായിട്ട് വളരുന്ന ഒരു വർഷമായിരിക്കും 2026. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.